എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പെൻഡ്രൈവിലോ ഹാർഡ് ഡിസ്കിലോ ഉള്ള ഫയൽസ് എങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോർമാറ്റായി പോവുകയോ ഡിലീറ്റ് ആയി പോവുകയോ അങ്ങനെയൊക്കെ അറിയാതെ സംഭവിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതെങ്ങനെ റിക്കവർ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട്. ഇതിൻ്റെ പേര് മിനി ടൂൾ പവർ ഡാറ്റ റിക്കവറി എന്ന സോഫ്റ്റ്വെയറാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഇത് പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾ നെറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്രാക്ക്ഡ് വേർഷൻ കിട്ടും. അത് നിങ്ങൾ സ്വയം ഒന്ന് സെർച്ച് ചെയ്തിട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് നമ്മളെ ഇപ്പോൾ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു പെൻഡ്രൈവ് ഉണ്ട്, ഒരു 16 GB പെൻഡ്രൈവ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഫയൽസ് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 6-ാം തമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ അതിലുണ്ട്. ഇപ്പോൾ JK ലോകം എന്ന ഒരു ഫോൾഡറിൽ അതിൻ്റെ കുറച്ച് എൻ്റെ ചാനലിൻ്റെ 3 ലോഗോയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പെൻഡ്രൈവ് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്യുന്നു. ഞാനൊന്ന് ഫോർമാറ്റ് കൊടുക്കുകയാണ്. പെൻഡ്രൈവ് ഫോർമാറ്റ് കൊടുക്കുന്നു, ഫോർമാറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫോർമാറ്റ് കംപ്ലീറ്റഡ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ പെൻഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എംപ്റ്റി ആണ്. പെൻഡ്രൈവിൽ പ്രത്യേകിച്ച് ഡാറ്റയൊന്നുമില്ല. ഇനി നമ്മളിതെങ്ങനെ റിക്കവർ ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ഈ മിനി ടൂൾ പവർ ഡാറ്റ റിക്കവറി എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ആക്കുന്നു. അതിനുശേഷം നമ്മുടെ ഇവിടെ ഡാമേജ്ഡ് പാർട്ടീഷൻ റിക്കവറി, ലോസ്റ്റ് പാർട്ടീഷൻ റിക്കവറി എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഡാമേജ്ഡ് പാർട്ടീഷൻ റിക്കവറി എന്ന് പറഞ്ഞ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഹാർഡ് ഡ്രൈവ്സ് എല്ലാം കാണിച്ചു തരും. ഹാർഡ് ഡിസ്ക്, പെൻഡ്രൈവ് അങ്ങനെയുള്ള. അപ്പോൾ നമ്മുടെ ഡിവൈസ് പെൻഡ്രൈവ് ആണ്. അപ്പോൾ പെൻഡ്രൈവ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫുൾ സ്കാൻ കൊടുക്കുക. ഇത് കുറേ സമയമെടുക്കും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 37% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ടോട്ടൽ ഫയൽസ് ഫൗണ്ട് എന്ന് പറയുന്ന 1242 ഫയൽസ് ഇതുവരെ ഈ സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത്രയും ഫയലുകൾ ഈ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫയൽസ് ഏതാണ്ട് റിക്കവർ ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്ട് കഴിയാനായിട്ടുണ്ട്. ഇത് അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഇതിൽ നോക്കുമ്പോൾ നമുക്ക് കുറേ ഡ്രൈവുകൾ കാണാൻ പറ്റും. ഈ ഡ്രൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പല ആവശ്യങ്ങൾക്കായിട്ട് ഫോർമാറ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡുകളാണ്. അത് FAT32. ഇത് തോന്നുന്നത് ഞാൻ ലിനക്സിന് വേണ്ടിയിട്ട് ലിനക്സ് OS കയറ്റാൻ വേണ്ടി ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡാറ്റാസ് എല്ലാം പലതും ഇവിടെ ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ നോക്കുന്നത് നമ്മുടെ NTFS എന്ന് പറഞ്ഞ ഫോർമാറ്റിലായിരുന്നു ഞാനത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ ഏതൊക്കെ ഡാറ്റാസ് ഉണ്ട് നോക്കാം. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യുന്നു. നമ്മുടെ ഫയൽസ് റോ ഫയൽസ് എടുക്കുമ്പോൾ അതിൽ കുറേ ഫയൽസ് വരുന്നുണ്ട്. നേരത്തെ ഇതിലുണ്ടായിരുന്ന ഫയലുകളെല്ലാം കാണിക്കും. NTFS ആയിട്ടും FAT ആയിട്ടും ഏത് രീതിയിൽ ഫോർമാറ്റ് ചെയ്താൽ നേരത്തെ ഇതിലുണ്ടായിരുന്ന പല ഫയലുകളാണ്. അത് ഫയൽ 1 ഫയൽ 2 എന്നൊക്കെ പറഞ്ഞാൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് വേണ്ടത് ഒരു വീഡിയോ ഫയലാണ്. അപ്പോൾ MP4 വീഡിയോ ഫയൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. നോക്കുമ്പോൾ ഉണ്ടോ ഒരു ഫയൽ 1 MP4 615 MB. അപ്പോൾ ഇത് മിക്കവാറും 6-ാം തമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ തന്നെ ആയിരിക്കും. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് കൊടുത്തിട്ട് സേവ് കൊടുക്കുന്നു. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിത് ഡെസ്ക്ടോപ്പിൽ തന്നെ കൊടുക്കുകയാണ്. ഡെസ്ക്ടോപ്പിൽ കൊടുക്കുന്നു. ഒന്ന് റിക്കവേർഡ് ഫയൽ 0 പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരല്പം വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ സെലക്റ്റഡ് ഫയൽ ഹാവ് ബീൻ സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഡെസ്ക്ടോപ്പിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ കണ്ടോ ഇവിടെ ആ ഒരു ഫോൾഡർ വന്നിട്ടുണ്ട്, ആ റിക്കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. റോ ഫയൽസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് MP4 വീഡിയോ ഫയൽ. ഇതിലൊരു ഫയൽ 1 എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, 615 MB കാണിക്കുന്നുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാണാം ഇത് ഏതാ ഫയൽ, 6-ാം തമ്പുരാൻ തന്നെയാണ്. ആ സിനിമ 6-ാം തമ്പുരാനിൽ ആ സിനിമ തന്നെയാണ്. അത് നമുക്ക് ഡിലീറ്റ് ആയ സംഭവം റിക്കവർ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ 1-2 ലോഗോസ് ഉണ്ട്. അപ്പോൾ അതും കൂടി നോക്കാം. അത് ലോഗോസ് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത് PNG ഫോർമാറ്റിലായിട്ടാണ്. അപ്പോൾ ഞാനിത് അവിടെ നോക്കുമ്പോൾ കണ്ടോ ലോഗോസ് കുറേ കാണിക്കുന്നുണ്ട്. ഇത് നേരത്തെ ലിനക്സ് കയറ്റുമ്പോൾ ഉണ്ടായിരുന്ന ലോഗോസ് എല്ലാം അതിലവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ഇത് JK ലോഗോ എന്ന് പറഞ്ഞ ലോഗോ ആണ്. അതിൽ നേരത്തെ കണ്ടോ ഇതിവിടെ കാണുന്നുണ്ടോ റൈറ്റ് സൈഡിൽ ഈ പണ്ട് ഈ പെൻഡ്രൈവിലുണ്ടായിരുന്ന പല വിൻഡോസ് കയറ്റുമ്പോഴുള്ള ലോഗോ. അങ്ങനെ കുറേ ഇതിൽ ഈ പെൻഡ്രൈവിലുള്ള നേരത്തെ കയറ്റിയ പല സാധനങ്ങളും ഇതിൽ കാണുന്നുണ്ട്. ആപ്പിളിൻ്റെ ക്രാക്ക്ഡ് വേർഷൻ ചെയ്യാൻ വേണ്ടി ചെയ്ത ക്ലോവർ,
എല്ലാ ഡാറ്റാസും ഇവിടെ കിടക്കുന്നുണ്ട്. ഇത്രയും ഇമേജസും കാര്യങ്ങളും, ഇത്രയും PNG ഫയലുകൾ, ആക്കൻഡോഷിൻ്റെ കുറേ സംഭവങ്ങൾ, ഈ പെൻഡ്രൈവിൽ എന്തെല്ലാം ഉണ്ടായിരുന്നോ അതെല്ലാം ആൾമോസ്റ്റ് റിക്കവർ ആയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന പല ഫയൽസും റിക്കവർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ ഏതാണോ ഈ വീഡിയോ ഫയൽ പ്രിവ്യൂ കിട്ടില്ല, ഇമേജസ് ഒക്കെയാണ് നമുക്ക് പ്രിവ്യൂ കിട്ടുക. അപ്പോൾ വീഡിയോ ഫയൽ നിങ്ങൾക്ക് ഏതാണ്ട് സൈസ് എല്ലാം നോക്കി MP4 ഫയലാണോ ഏത് ഫോർമാറ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങളത് റിക്കവർ ചെയ്യുക. പിന്നെ ഓഡിയോ ഫയലാണെങ്കിൽ ആ ഓഡിയോ ഫയൽ അങ്ങനെ കറക്റ്റ് ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് റിക്കവർ കൊടുക്കുക. അപ്പോൾ PNG ഇപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ബിറ്റാമ്പിൽ ഒന്നും കാണുന്നില്ല. PNGയിലിപ്പോൾ ലോഗോ പറയുമ്പോൾ ഞാൻ ആ ലോഗോ സെലക്ട് ചെയ്യുന്നു, സേവ് കൊടുക്കുന്നു. അതപ്പോൾ സേവ് കൊടുത്താൽ ആ ലോഗോ അവിടെ കിട്ടും. പിന്നെ ഒരു പക്ഷേ എല്ലാ ഫയലുകളും നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഈ പെൻഡ്രൈവിൽ ഡാറ്റ ഓവർ റൈറ്റിംഗ് നടക്കുക, അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഫയൽസും റിക്കവർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ അതൊരു പരിധി വരെ നിങ്ങൾക്ക് മിക്ക ഫയൽസും ഇതിൽ കിട്ടാറുണ്ട്. ഞാനിങ്ങനെ ഒരു ഹാർഡ് ഡിസ്ക് ഇതുപോലെ ഡാറ്റ മൊത്തം പോയിട്ട് റിക്കവർ ചെയ്ത് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ പെൻഡ്രൈവിൽ നിന്നോ ഹാർഡ് ഡിസ്കിൽ നിന്നോ ഡാറ്റ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവായിട്ട് അതിൽ പിന്നീട് ഫോർമാറ്റ് ചെയ്തതിൽ ഓവർ റൈറ്റിംഗ് നടത്താതിരിക്കുക. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലുള്ള ഫയൽസ് കിട്ടാനുള്ള സാധ്യത വളരെ കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു ഫയൽ ഏതെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ഫയൽസ് പെൻഡ്രൈവിലോ ഹാർഡ് ഡിസ്കിലോ എവിടെയെങ്കിലും ഉണ്ട്. അപ്പോൾ നിങ്ങളത് വേറെ എന്തെങ്കിലും രീതിയിൽ സർവീസിനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് സെക്യൂർ ആണെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ഇപ്പോൾ പെൻഡ്രൈവ് എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക. പെൻഡ്രൈവ് നമുക്ക് വിഷയമില്ല. അപ്പോൾ ഹാർഡ് ഡിസ്ക് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പരമാവധി ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇങ്ങനെയുള്ള മെത്തേഡ് വഴി ഡിലീറ്റ് ആയ പോയ ഫയൽസ് റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഫയൽസ് എല്ലാം പരമാവധി അത്തരം ഡ്രൈവുകളിലൊന്നും സൂക്ഷിക്കാതിരിക്കുക. ഇനിയിപ്പോൾ പെൻഡ്രൈവ് അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ 16 GB എൻ്റെ പെൻഡ്രൈവാണ്. അതിലിപ്പോൾ ഡാറ്റ ഞാനിപ്പോൾ വേറെ ആരും എടുക്കരുത് എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഫോർമാറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിലോട്ട് വീണ്ടും ഡാറ്റാസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ 16 GB എന്ന് പറയുമ്പോൾ 14 സംതിങ് അതിൽ ഫ്രീ സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മളതിലൊരു 3-4 സിനിമ ഏതെങ്കിലും കുറച്ച് സോങ്സ് എല്ലാം ചെയ്ത് അതൊന്ന് ഫില്ല് ചെയ്യുക, വീണ്ടും ഒന്ന് ഫോർമാറ്റ് ചെയ്യുക, വീണ്ടും കുറച്ച് വേറെ ഏതെങ്കിലും സിനിമകളോ അല്ലെങ്കിൽ അത് തന്നെയോ ഒന്ന് വീണ്ടും അതിലോട്ട് കോപ്പി ചെയ്യുക, വീണ്ടും അത് ഫോർമാറ്റ് ചെയ്യുക. അങ്ങനെ കുറേ തവണ ഓവർ റൈറ്റിംഗ് നടക്കുമ്പോൾ ഈ പഴയ ഫയൽസ് കിട്ടാനുള്ള സാധ്യത വളരെ കുറയും. നിങ്ങൾ മാക്സിമം ആ ഡ്രൈവ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും. അങ്ങനെ അത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇങ്ങനെ ഒരു ഡാറ്റ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റും എന്നതൊന്ന് അറിയാൻ വേണ്ടി ഉള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാനും ഈ മെത്തേഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഹാർഡ് ഡിസ്കോ അങ്ങനെ എന്തെങ്കിലും പുറത്ത് കൊടുക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള ഒരറിവും കൂടി കിട്ടിക്കോട്ടെ എന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നന്ദി, നമസ്കാരം.